അങ്ങേയറ്റം നടുക്കുന്നൊരു ക്രൂരതയുടെ വാർത്ത കർണാടകയിൽ നിന്ന് വരുന്നുണ്ട്. കർണാടക ഹംപിയിൽ വിദേശ വനിത ഉൾപ്പെടെ 2 സ്ത്രീകളെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി. വിദേശിയടക്കം ഒപ്പമുണ്ടായിരുന്ന പുരുഷ സഞ്ചാരിമാരെ കനാലിലേക്ക് തള്ളിയിട്ട ശേഷമാണ് സ്ത്രീകളെ ആക്രമിച്ചത്. കനാലിൽ മുങ്ങിപ്പോയ ഒഡീഷ സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. കർണാടക സ്വദേശിനിയുടെ ഹോം സ്റ്റേയിൽ താമസത്തിനെത്തിയ 4-അംഗ സംഘമാണ് അതിക്രൂര ആക്രമണത്തിന് ഇരയായത്. അമേരിക്കൻ പൗരനും 27 വയസ്സുമുള്ള ഇസ്രയേലി യുവതിയും മഹാരാഷ്ട്ര, ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോരുത്തരുമാണ് താമസത്തിനെത്തിയത്. പ്രശസ്തമായ സോനാർ തടാകത്തിന് സമീപം രാത്രി വാനനിരീക്ഷണത്തിന് പോയതായിരുന്നു സംഘം. പെട്രോൾ പമ്പ് ചോദിച്ചെത്തിയ ചിലരാണ് ആക്രമണം നടത്തിയത്. പമ്പിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞതോടെ സഞ്ചാരികളോട് അക്രമികൾ പണം ആവശ്യപ്പെട്ടു. എതിർത്തതോടെ പുരുഷന്മാരെ ആക്രമിച്ച് കനാലിലേക്ക് തള്ളിയിടുകയായിരുന്നു. പിന്നാലെ ഇസ്രയേലി യുവതിയെയും ഹോം സ്റ്റേ നടത്തിപ്പുകാരിയെയും മർദ്ദിച്ച ശേഷം കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി. വെള്ളത്തിൽ വീണ അമേരിക്കൻ പൗരനും മഹാരാഷ്ട്ര സ്വദേശിയും നീന്തി കരയ്ക്ക് കയറി. ഒഡീഷ സ്വദേശിയെ കാണാതായി. അവശരായ സ്ത്രീകളെ ആശുപത്രിയിലേക്ക് മാറ്റി. യുവാവിനായി രാത്രി മുഴുവൻ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. രാവിലെ മൃതദേഹം കരയ്ക്കടിയുകയായിരുന്നു. സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ് യുവതികൾ. പ്രതികളെ തിരിച്ചറിയാനുള്ള ശ്രമം തുടരുകയാണ്. 6 സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ഗംഗാവതി പോലീസ് പറഞ്ഞു. 24 ബംഗളൂരു.